നമുക്കിന്ന് ഇതേപോലെ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയാലോ? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഇതെന്താ പച്ച കളറിന്? അതാണ് ഇതിന്റെ ടെസ്റ്റ്. അവക്കാടോ വെച്ചാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കണേ. സമയം കളയേണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി ഉപയോഗിച്ചൊരു 14 സ്മോൾ സൈസ് പറാത്ത നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അവക്കാഡോ എങ്ങനെ കട്ട് ചെയ്യാനും അതിൻ്റെ ടിപ്സൊക്കെയും എൻ്റെ ചാനലിൽ എടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടത് 2 അവക്കാഡോ നമ്മൾ അതിൻ്റെ ഫ്ലഷ് പുറത്തേക്ക് എടുക്കുക. അത് കഴിഞ്ഞൊരു പാത്രത്തിലേക്ക് എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മാഷ് ചെയ്യുക. ഇതേപോലെ ഒരു കട്ടയും പാടില്ല കേട്ടോ. ഇതേപോലെ മാഷ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മിളക് ഒരു 3 എണ്ണം ഫൈനായി ചോപ്പ് ചെയ്തത്, 6 സ്പ്രിക്ക് മല്ലിയില അത് നന്നായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ നമ്മുടെ കായം 1 ടീസ്പൂൺ, പിന്നെ ലെമൺ ജ്യൂസ് ഫ്രഷാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇഞ്ചി വളരെ ഫൈനായി ചോപ്പ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ, അതും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു മിക്സ്ചർ കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് 2 കപ്പ് നമ്മുടെ ആട്ട ഹോൾ വീറ്റ് ഫ്ലവർ ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് ബാച്ച് ബൈ ബാച്ച് ചേർക്കണതാണ് നല്ലത്. മിക്സ് ചെയ്യാനും നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാനും അതാണ് എളുപ്പം. ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഒട്ടുമില്ല കേട്ടോ. പിന്നെ അത് നന്നായിട്ടാണ് കുഴച്ചത് ഇതേപോലെ ഒരു ഡോ അങ്ങോട്ട് ആക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് വീണ്ടും അങ്ങോട്ട് കുഴയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് നേരം അതാണ്ട് വെച്ചേക്കാം. പിന്നെ നമ്മൾ ഇതേപോലെ 14 ബോളുകൾ പിടിക്കണം. അതിൻ്റെ മുകളിൽ ഇച്ചിരി ആട്ടേനെ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിനെ അങ്ങോട്ട് പരത്തിയെടുക്കുക. ഇതേപോലെ നല്ല തിന്നായിട്ട്. ഇനി നമുക്ക് ആ പരത്തി വെച്ച അവക്കാഡോയുടെ പറാത്ത ചപ്പാത്തിയോ നമുക്ക് ചുട്ടെടുക്കാം. ഒരു നല്ല ചൂടുള്ള സ്കെല്ലറ്റ് വയ്ക്കുക. നമ്മൾ പരത്തി വെച്ച നമ്മുടെ പറാത്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ബബിളായിട്ട് വരും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആദ്യം പ്രസ്സായിട്ടല്ല, ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ വീർത്തു വരും ശരിക്കും നല്ല സോഫ്റ്റായിട്ട്. അത് കഴിഞ്ഞ് അതങ്ങോട്ട് മറിച്ചിടാം. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ച് അതങ്ങോട്ട് നല്ല എല്ലായിടത്തേക്കും ഒന്നുകൂടി ഒന്ന് പരത്തി കൊടുക്കാം. അത് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നോക്കി ഇതേപോലെ വരും. വീണ്ടും തിരിച്ചിടാം. വീണ്ടും ഒരു കുഞ്ഞിതായിട്ടൊന്ന് വീണ്ടും ഓയിൽ ഒഴിക്കുക. കഴിഞ്ഞാൽ സാധനം അടിപൊളി ടേസ്റ്റിൽ റെഡി ആയി കിട്ടും. ഓക്കെ, അടിപൊളി സോഫ്റ്റ് വൺ. ഞാൻ ആദ്യത്തെ ഉണ്ടാക്കണേ, പക്ഷെ സാധനം കൊള്ളാം. അവരുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചപ്പാത്തിക്കാൻ കുറച്ച് ഡ്രൈ ആകാനില്ലാണ് കേട്ടത്. പക്ഷെ കറി കൂട്ടി കഴിക്കുമ്പോ ഒന്നുകൂടി സൂപ്പറാവും. ഈ ചിക്കന്റെ കൂടെ പിടിച്ചു നോക്കാം. ഞാൻ പിടിക്കുന്നത് ഒരു ആന്ധ്ര സ്റ്റൈല് ക്ഷത്രിയ ചിക്കന്റെ കൂടെയാണ് കേട്ടോ. ക്ഷത്രിയന്മാരുടെ പിന്നെ റെസിപ്പി ആണെങ്കിൽ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. എന്റെ കൂടെ ഒന്ന് പിടിച്ചോട്ടെ. അത് കൂടെ പിടിക്കുമ്പോ നല്ല കീട്ടലിനായിട്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരു ഹെൽത്തി ഓപ്ഷൻ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും നല്ല കിടലൻ ചപ്പാത്തിയാ. നിങ്ങളിങ്ങനെ ആസ്വദിച്ച് എന്നെ മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.